ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടോ. രാവിലെ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ സ്കൂളില്ലാത്തൊരു ദിവസമായതുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ കഴിക്കാമല്ലോ വിചാരിച്ച്. പിന്നെ പാലിപ്പോൾ കിട്ടണില്ല കേട്ടോ. പശുവിന് വയ്യാത്ത കാരണം അവർ വിറ്റു, പാലില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് ദിവസമായിട്ട് പാലില്ല കേട്ടോ. നമ്മൾ പാൽപ്പൊടിയാണ് യൂസ് ചെയ്യണത്. അപ്പോൾ കടയിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ. പിന്നെ 2 ദിവസമായിട്ട് നല്ല മഴയുണ്ട്. അപ്പോൾ കുട്ടികൾ സ്കൂൾ ഇല്ലാത്ത ദിവസമായതുകൊണ്ട് അവർക്ക് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്ത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അപ്പോൾ വേഗം കറിയും വെക്കാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ ഇന്ന് മുതിര കൊള്ളു എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ കുറേ പ്രാവശ്യം ഈ കറി കാണിച്ചിട്ടുണ്ട് റെസിപ്പിയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കാണിക്കണില്ല കേട്ടോ. അപ്പോൾ എന്താ നമ്മുടെ കൂട്ടുകാരൻ്റെയൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനൊരു ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബാഡ് കമൻറ്റ് വന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറേ ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം, കണ്ണെന്നറിയൊക്കെ ചെയ്തു. ഭയങ്കരമായിട്ട് നിങ്ങളൊക്കെ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം നമുക്ക് വേണം തന്നെയാണ് വീഡിയോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ അതൊന്നും വക വെക്കണില്ല. പറയുന്നവർ പറഞ്ഞ് വായി കടിക്കുമ്പോൾ നിർത്തിക്കോളൂ അല്ലേ. പറയുമ്പോൾ നമ്മുടെ മേത്തൊന്നും തട്ടില്ല. പറയുന്നവർക്ക് പഠിച്ച നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ തുടർന്നുണ്ടാകണം. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാട്ടോ ഞാൻ. അപ്പം കുറേ പേര് നമുക്ക് ഫുൾ സപ്പോർട്ടാണെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം കേട്ടോ. എന്താ പറയുക, നല്ലൊരു സന്തോഷമുണ്ട് എനിക്ക്. അപ്പോഴാണ് നമുക്കൊരു മനസ്സമാധാനമൊക്കെ ഉണ്ടായത് കേട്ടോ. അല്ലെങ്കിലും മനസ്സമാധാനത്തിന് കുറവൊന്നുമില്ല. വീടായ തട്ടിമുട്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമുക്കിപ്പോൾ എല്ലാം വീഡിയോയിലൊന്നും പറയാൻ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ തട്ടലും മുട്ടലും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളതൊന്നും വീഡിയോയിൽ അധികം കാണിക്കണില്ല എന്ന് തന്നെ ഉള്ളൂ. അത്യാവശ്യം നമ്മുടെ വിശേഷങ്ങളും സന്തോഷങ്ങളൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാം നമുക്ക് തുറന്ന് പറയാനും പറ്റില്ലല്ലോ. കുറച്ചൊക്കെ നമ്മുടെ മനസ്സമാധാനം കേടുണ്ടാക്കുന്ന പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു വഴിക്ക് പോട്ടെ. നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഒരു വഴിക്ക് പോട്ടെ. അതിൻ്റെ ഇടയിൽ ഓരോരുത്തരും ഇങ്ങനെ കുത്തി നോവിപ്പിക്കുമ്പോൾ നമുക്കൊരു സങ്കടം തന്നെയല്ലേ. കുറേ പ്രാവശ്യം നമ്മളെ കടിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ തിരിച്ച് കടിക്കാണ്ടിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആരിനോടും ഒന്നിനും പോകണില്ല. എന്നെ ചെയ്തവർക്ക് പഠിച്ചാൽ അത് ഇന്നലേക്ക് നാളെ കൊടുക്കും എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് റിൻസിമോളിനോട് ഞാൻ ഇടയ്ക്കൊന്ന് അടിച്ചു വരാൻ പറഞ്ഞാണ് കേട്ടോ. ചില സമയത്ത് ചെയ്യും, ചില സമയത്ത് ചെയ്യൂല, അങ്ങനെയൊക്കെയാണ് അവൾ. അപ്പോൾ നമ്മൾ കൊള്ളു കറിയും വെച്ച് ഉരുളക്കിഴങ്ങ് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വട്ടത്തിൽ. അപ്പോൾ ഇങ്ങനെ വെച്ചാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത് കേട്ടോ. പിന്നെ ഇപ്പിയൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അവർ ഉമ്മാക്ക് കണ്ണിൻ്റെ ഡോക്ടറിനെ പിന്നെയും കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ പോയിക്കായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളും ഇല്ലല്ലോന്ന്. അപ്പോൾ ഞാനും കുട്ടികളും റിയാസ്ക്ക് ഓടാൻ പോയി കഴിക്കാനായിട്ടാണ് വരുള്ളൂ. അപ്പോൾ ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ. നല്ല മഴയാണ് കേട്ടോ. ഓക്കെ, പിന്നെതാ എൻ്റെ സ്റ്റാൻഡ് കേടാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചെറുതായിട്ട് 4 ഭാഗം പൊട്ടിപ്പോയി. അപ്പോൾ റിയാസ്ക എനിക്കത് ഒട്ടിച്ച് തന്നു കേട്ടോ. ഇത് നമ്മുടെ ആസ്റ്റർ മെഡിസിറ്റി പോയപ്പോൾ കിട്ടിയ ഒരു സാധനമായിരുന്നു. അവിടെ റേസ് ഫുഡിൽ ചെക്കപ്പിൻ്റെ എന്തോ മീറ്റിംഗ് കൊണ്ട് പോയപ്പോൾ കിട്ടിയതാണ് സാധനം കേട്ടോ. അപ്പോൾ അതിനെ റിയാസ്ക ഐഡിയപൂർവ്വം നമ്മുടെ ഫോൺ വെക്കുന്ന സ്റ്റാൻഡിൽ ഒട്ടിച്ച് തന്നത് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ അടിഭാഗം ഇങ്ങനെ കുത്തി വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ റിയാസ്കൻ്റെ ഒരു ചെറിയൊരു ഐഡിയ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇങ്ങനെ നമ്മൾ ഫോൺ വെക്കണത് ഇങ്ങനെ നിർത്തും കേട്ടോ. ഇങ്ങനെ നിർത്തിയാൽ ഇങ്ങനെ നിർത്തും. ഇത് പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. അത് റിയാസ്കാൻ്റെ ബുദ്ധിയാണ് കേട്ടോ. ആദ്യം ഇതിൽ വന്നിട്ട് 3-4 കാലിങ്ങനെ കൊടുക്കുമല്ലോ, അതായിരുന്നു. ഇനി അതിനെ ഇങ്ങനെ ആക്കിയിട്ടാണ് ഫോൺ വെക്കണത്. അങ്ങനെ അപ്പോൾ റിയാസ്കാൻ്റെ ഒരു ഐഡിയ തന്നെ പറയാം കേട്ടോ. പക്ഷെ എന്നാലും ഫോൺ കനം വരുമ്പോൾ ചെറുതായിട്ട് മറിയണ പോലെ ഉണ്ട്. ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഫോൺ 2 വട്ടം വീഴുകയും ചെയ്തിട്ട്. പിന്നെ റിയാസ്ക്ക് ഒന്നും കൂടി ശരിയാക്കാൻ തന്നെ. അപ്പോൾ ഇത് ഞാൻ വീഡിയോസ് അൺബോക്സിങ് കാണിക്കണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ഫോൺ കൈ പിടിച്ചിട്ട് എടുക്കുകയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങി തന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ചെറുതാണെങ്കിലും അവളുടെ വക വാങ്ങി തന്നല്ലോ. അപ്പോൾ എന്തായാലും ഞാൻ ആ വീഡിയോ ഒക്കെ കാണിക്കണം പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടായിരുന്നു. കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുത്തപ്പോൾ അവരെന്തോ കാട്ടി അതിനെ കളഞ്ഞു കിട്ടുക. അതാണ് ഞാൻ പിന്നെ ആ വീഡിയോ അൺബോക്സിങ് കാണിക്കാണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് വാങ്ങി തരാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അപ്പോൾ അതിനും അവൾക്ക് ഒരുപാട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഗിഫ്റ്റ് കിട്ടിയതാണ് നമുക്കത്.
ചെറിയൊരു ഫോൺ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. പക്ഷെ ഇത് ചെറുതാണ്, നമുക്ക് ചെറിയൊരു ലെവലിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ഒരുപാട് ഹൈറ്റൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം അത്യാവശ്യം പാചകമൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു, എന്നാലും ഇപ്പോൾ അതിൻ്റെ മൂടൊക്കെ പോയ കാരണം അത് അങ്ങനെ വെക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ റിയാസ് താൽക്കാലികമായിട്ട് ഇങ്ങനെ വെക്കാനൊരു സെറ്റപ്പ് ആക്കി തന്നാണ്. പക്ഷെ ഇത് ഇങ്ങനെ കൂടുതലിങ്ങനെ വെക്കുമ്പോൾ ഫോൺ ഹൈറ്റിൽ ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇങ്ങനെ മറിഞ്ഞു പോകുകയാണ് കേട്ടോ. പക്ഷെ ഇത് നമുക്കധികം പറ്റുമൊന്നുമില്ല. എന്നാലും റിയാസ് ഖാൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എങ്ങനെയുണ്ട്, സൂപ്പറായില്ലേ? തൽക്കാലമൊക്കെ ഒപ്പിക്കാല്ലേ. അപ്പോൾ എന്തായാലും മക്കളെ, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അസ്സലാമു അലൈക്കും.